റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തേത് ശരിയും തെറ്റും അടയാളം നൽകാം എന്നുള്ളതാണ്. ശരിക്ക് ശരി ഇട്ടുകൊടുക്കുക, തെറ്റിന് തെറ്റിട്ടുകൊടുക്കുക. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സുജൂദു തിലാവ ഇബ്ലീസിനെ അത്യധികം വേദനിപ്പിക്കും. സുജൂദു തിലാവത്തിൻ്റെ സുജൂദ് ഇബ്ലീസിനെ അത്യധികം വേദനിപ്പിക്കും. അത് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഇബ്ലീസിനെ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു സുജൂദാണ് തിലാവത്തിൻ്റെ സുജൂദ്. ഇനി രണ്ടാമത്തെ എന്താ? സ്വാദ് സൂറത്തിലെ 23ാം ആയത്തിലുള്ളത് തിലാവത്തിൻ്റെ സുജൂദാണ്. സ്വാദ് സൂറത്തിലെ 23ാം ആയത്തിലുള്ളത് തിലാവത്തിൻ്റെ സുജൂദാണ് എന്നാണ് പറയുന്നത്. അത് തിലാവത്തിൻ്റെ സുജൂദ് അല്ല, അതേതാണ്? ശുക്രിൻ്റെ സുജൂദാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ ശരിയാക്കി എഴുതാനൊന്നുമില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് മദ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ആ നിർത്തുന്ന അക്ഷരത്തിന് മദ്ദാണോ ചെയ്യേണ്ടത്? അല്ല, മദ്ദല്ല, സുക്കൂനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. സുക്കൂൻ ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തത് എല്ലാ ഹാവുകളും പദത്തിൻ്റെ തുടക്കത്തിലാണ് വരിക. എല്ലാ ഹാവുകളും പദത്തിൻ്റെ തുടക്കത്തിലാണ് വരിക. ശരിയാണോ? തുടക്കത്തിലല്ല, എല്ലാ ഹാവുകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക. അപ്പോൾ അത് തെറ്റാണ്. അവസാനത്തിൽ എന്നുള്ളതാണ് ശരി. ശരിയാക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. തെറ്റ് തിരുത്തി ശരി എഴുതാമെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഇവിടെ കാണിച്ചെന്ന പോലെ ചെയ്യാം. ഇനി അഞ്ചാമത്തത് ഇസ്തില എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഇസ്തില എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. സിഫത്തുകളിൽ ഇസ്തിലാക്ക് പഠിച്ചത് ഓർമ്മയുണ്ട്. അത് ശരിയാണ്. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഹുസ്വലിഖിൽ എന്ന അക്ഷരങ്ങളൊക്കെയാണല്ലോ, അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത് ശരിയിടാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. ഇവിടെ 6 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിലുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കി, ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി. ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങൾ എഴുതാനുള്ള ഭാഗത്തേക്ക് എടുത്തെഴുതുക. നമുക്ക് ഉത്തരങ്ങൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത്? വഅല്ലമഹു എന്നുണ്ട്. അതുപോലെ തന്നെ വഖഫ് ജായിസ്, ഖീല അലൈഹിൽ വഖഫു, അൽ കിറാമിൽ ബററ, സക്ത, വഖഫ് മുത്ലഖ്. ഇതൊക്കെയാണ് ആൻസറുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നത്. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ സക്ത എന്ന ഇതൊക്കെ സക്ത. രണ്ടാമത്തെ ചോദ്യം എന്താ? വഖഫ് ചെയ്യലാണ് നല്ലത്. നമ്മുടെ വഖഫിൻ്റെ അടയാളങ്ങളും അതിൻ്റെ വ്യാഖ്യാനം, ഉദ്ദേശം, ആ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ വഖഫ് ചെയ്യലാണ് നല്ലത്. അതേതാണ്? ഇതാണ് അതിൻ്റെ ഉത്തരം. വഖഫ് മുത്ലഖാണ്. വഖഫ് ചെയ്യലാണ് നല്ലത്. അതേപോലെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. വഖഫ് മുത്ലഖാണ്. വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി മൂന്നാമത്തേത് എന്താ? വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം. ചെയ്യലും ചെയ്യാതിരിക്കലും സമം. അതേതാണ്? അതിതാ വഖഫ് ജായിസാണ്. വഖഫ് ജായിസ്. രണ്ടും ഒരുപോലെ വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വഖഫ് ജായിസ് എന്നിവിടെ എഴുതാം. നാലാമത്തത് നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. അതിതാണ് ഖീല അലൈഹിൽ വഖഫു എന്നുള്ളതാണ്. ഖീല അലൈഹിൽ വഖഫു, നിർത്താമെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ അതെഴുതാം. ഇനി
അടുത്തത് അഞ്ചാമത്തത് അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തി ഡാഷ്. എന്താണ് അതിനോട് യോജിക്കുന്നത്? അൽ കിറാമിൽ ബററ എന്നാണ്. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ്. കിറാമിൽ ബററ എന്ന് അവിടെ ചേർക്കാം. ആറാമത്തത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന ഡാഷ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നാണ്. അപ്പോൾ അതും കൂടി അവിടെ ചേർക്കുക, വഅല്ലമഹു. അത് അർത്ഥം കൂടി ശ്രദ്ധിക്കണേ. അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഇവിടെ യോജിപ്പിക്കാനാണ് വന്നത്. ഇനി അത് പൂരിപ്പിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അർത്ഥം എഴുതാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി പഠിച്ചു വെക്കുക. എന്താണ്? ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറത്ത് എന്ന മലക്കുകളോടൊപ്പമായിരിക്കും എന്നുള്ള പഠിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതും കൂടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് താഴെ കൊടുത്ത ചിഹ്നങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കാം എന്നാണ്. താഴെ കൊടുത്ത ചിഹ്നങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കാം. ഇത് വഖഫുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ ചിഹ്നം നോക്കൂ, സായ് എന്നുള്ള ചിഹ്നമാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? വഖഫ് മുജവ്വസ് നമ്മൾ പഠിച്ചല്ലോ, ചേർത്തി ഓതലാണ് നല്ലത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ചേർത്തി ഓതലാണ് നല്ലത് ഉദ്ദേശമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ, ചേർത്തി ഓതലാണ് നല്ലത്. ഇനി രണ്ടാമത്തെ എന്താണ്? മീമാണല്ലേ. മീം എന്ത് ചെയ്യുന്നത്? വഖഫ് ലാസിമാണ്. അപ്പോൾ വഖഫ് ലാസിം അതിൻ്റെ ഉദ്ദേശം എന്താണ്? വഖഫ് നിർബന്ധം. വഖഫ് നിർബന്ധം അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്ത്, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മുഅക്കദായ സുന്നത്ത് രണ്ട് ചെയ്താലും ശരിയാണ്. പുസ്തകത്തിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ഖില അല്ലേ. ഖില എന്നുള്ള ഈ അടയാളം എന്ന് പറഞ്ഞാൽ അൽ വഖഫു ഔല എന്നുള്ളതാണത്. അൽ വഖഫു ഔല. അപ്പോൾ എന്താണ്? വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ്. വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും എന്നുള്ളത് അതവിടെ വേണം. കാരണം വഖഫ് ചെയ്യലാണ് നല്ലത് എന്നുള്ളത് വേറെ ചിഹ്നമാണ്. വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്ത്? ഖില എന്നുള്ള ഈ ചിഹ്നം. ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി ഉള്ളത് ഉദാഹരണം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഒരു 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം എഴുതാനാണ്. അതിലൊന്നാമത്തത് ഹംസത്തുൽ വസ്ലാണ്. വസ്ലിൻ്റെ ഹംസ, അതിനൊരു ഉദാഹരണം എഴുതാനാണ്. നമ്മൾ 5ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വസ്ലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതാണ്. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല, തുടക്കത്തിൽ വരും. അങ്ങനത്തെ ഹംസക്ക് ഉദാഹരണം അവിടെ പുസ്തകത്തിൽ വഖ്ശൗനിൽ യൗമ, അതേപോലെ ലി നഫ്സി ദഹബ്, ഈസ ബിനു മറിയം, ഇത് ഖാലത്ത് ഇംറഅതു ഫിർഔന, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തത് ഇതാണ്, നിങ്ങൾക്ക് ഏത് എഴുതാം. വഖ്ശൗനിൽ യൗമ. വഖ്ശൗനിൽ യൗമ അത് തുടക്കത്തിൽ വരുമ്പോൾ അൽ യൗമ എന്ന് വരും. അൽ യൗമ എന്താ ഈ ഹംസ എന്ത് ചെയ്തു? ഉച്ചരിച്ചു. അപ്പോൾ അതാണ്. ഇനി രണ്ടാമത്തത് ഹംസത്തുൽ ഖത്ത് ആണ്. ഖത്തുവിൻ്റെ ഹംസ. നേരത്തെ പറഞ്ഞത് വസ്ലിൻ്റെ ഹംസയാണ്, ഇപ്പോൾ ഖത്തുവിൻ്റെ ഹംസ. ഖത്തുവിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി ഓതുമ്പോഴും അതേപോലെ തന്നെ തുടങ്ങുമ്പോഴും ഉച്ചരിക്കുന്ന ഹംസയാണ് ഹംസത്തുൽ ഖത്ത്. അപ്പോൾ അത് നമ്മൾ 6ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇസ്മുഹു അഹ്മദു, പിന്നെ ഫി അഹ്സനി തഖ്വീം വ അഖീമു വുജൂഹക്കും മാലിക് യൗമിദ്ദീൻ ഇയ്യാക്ക അല്ലേ. അപ്പം ഞാനിവിടെ ഒന്ന് ഇതാണ് ഇസ്മുഹു അഹ്മദു എന്നിട്ടത് അഹ്മദു എന്ന് തുടക്കത്തിൽ. അപ്പോൾ ഇസ്മുഹു ഇത് ഖത്ഇൻ്റെ ഹംസയാണ്. കൂട്ടി ഓതുമ്പോഴും ആന്ന് പറയും, പിന്നെ അത് ഒറ്റക്ക് തുടങ്ങുമ്പോഴും ആന്ന് പറയും. അപ്പോൾ ഇതാണ് അങ്ങനെ ഉദാഹരണം ചെയ്താൽ. ഇനി മൂന്നാമത്തത് സക്തയുടെ ഹാ. സക്തയുടെ ഹാ ഇതിന് ഉദാഹരണം. സക്തയുടെ ഹാ നമ്മൾ പഠിച്ചിട്ടുള്ളത് പേജ് നമ്പർ 9 തുറന്നു നോക്കിയാൽ അറിയാം.
പിന്നെ പേജ് നമ്പർ 9 3 ഹാകളെ കുറിച്ച് പഠിച്ചല്ലോ. ഹാ ഉൽ-ലമീർ, അതേപോലെ തന്നെ ഹാ ഉസ്-സക്ത, ഹാ ഉത്തനീസൊക്കെ പഠിച്ചല്ലോ. അതിൽ രണ്ടാമത്തെ കോളത്തിൽ പറയുന്നതൊക്കെയാണ് ഹാ ഉസ്-സക്തയുടെ ഉദാഹരണങ്ങൾ. മാഹിയ, അതേപോലെ ഇഖ്തദി, മാലിയ, ഹിസാബിയ, കിതാബിയ. അതിലേതും എഴുതാം. ഞാനിവിടെ ഫസ്റ്റ് പറഞ്ഞത് മാത്രം ഇതാണ് മാഹിയ എന്നാണ്. ഈ ഹ് എന്നാണ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് സക്തയുടെ ഹ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തത് ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിന് ഉദാഹരണം. ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പ്, അത് അതേ പാഠത്തിൽ തന്നെ ലമീറിൻ്റെ ഹാഇൻ്റെ ഉദാഹരണങ്ങളൊക്കെ അവസാന കോളത്തിൽ വന്നിട്ടുണ്ട്. ലഹു മാഫിസ് സമാവാത്തി വബിഹി യസ്തഅജിലൂൻ ലഹുൽ മുൽക്കു അൻഹു തലഹാ വ ഇലൈഹിൽ മസീർ എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിനാണ്. ഇത് ശ്രദ്ധിക്കണം. ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പ് സുക്കൂന് വരണം. അതേതാണ്? അതിൻ്റെ ഉദാഹരണം ഇതാണ്, അൻഹു തലഹ എന്നുള്ളതാണ്. അൻഹു തലഹ. ആ പറഞ്ഞ സംഗതി അവിടെ എന്താ? ഹാ ഉൽ-ലമീർ ഇതാണ്. അതിൻ്റെ മുമ്പ് സുക്കൂന് വന്നിട്ടുണ്ട്. ഇതാ അൻ എന്നുള്ളിടത്ത് സുക്കൂന് വന്നു. ഇനി ചിലപ്പോൾ ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പിലും ശേഷവും സുക്കൂന് വന്നത് ചോദിക്കുകയാണ്. രണ്ട് ഹാ ഉൽ-ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പിലും സുക്കൂന് ശേഷം സുക്കൂനാണെങ്കിൽ വ ഇലൈഹിൽ മസീർ എന്ന ഉദാഹരണം എഴുതിയേക്കാം. പുസ്തകത്തിൽ ബോക്സിൽ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് വ ഇലൈഹിൽ മസീർ. ഇനി ഹാ ഉൽ-ലമീറിൻ്റെ ശേഷം സുക്കൂന് വന്നതാണെങ്കിൽ ലഹുൽ മുൽക്കു എന്ന് എഴുതാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി 5ാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം എന്നാണ്. 5 ചോദ്യങ്ങളുണ്ട്. 1ാമത്തെ ചോദ്യം വഖഫ് എന്ന് പറയുന്നു ഏതിന്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ ചോദ്യം എന്താ? വറത്തിരിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന് അലി റളിയല്ലാഹു അൻഹു നൽകിയ അർത്ഥം എന്താണ്? വറത്തിരിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന് അലി റളിയല്ലാഹു അൻഹു നൽകിയ അർത്ഥം എന്താണ്? അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക. ഇനി 3ാമത്തെ ചോദ്യം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്താണ് ആർക്ക്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്തുള്ളത് ആർക്ക്? അതിൻ്റെ ഉത്തരം പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും. പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും എന്താണ്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്താണ്. ഇനി 4ാമത്തെ ചോദ്യം എന്താ? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ 4 തവണ ചൊല്ലണം എന്ത്? തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ല എങ്കിൽ അതിന് പകരമായിട്ട് 4 തവണ ചൊല്ലേണ്ടത് എന്താണ്? നമുക്കറിയാം. സുബ്ഹാനല്ലാഹി വൽഹംദു ലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്നും കൂടി പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദു ലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 5ാമത്തെ ചോദ്യം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന്? അതിൻ്റെ ഉത്തരം എന്താ? അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. നമ്മൾ 2ാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഇനി 6ാമതായിട്ടൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ഒരു ചോദ്യമുള്ളൂ. അതെന്താ? സജദ ഡാഷ് ലില്ലദി ഡാഷ് വസവ്വറഹു ഡാഷ് സംഅഹു വബസറഹു ബിഹൗലിഹി ഡാഷ് അല്ലാഹു ഡാഷ് അൽ ഖാലിഖീൻ എന്നാണ്. എന്താണ്? സജദ കഴിഞ്ഞിട്ട് വജ്ഹിയ. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട
ദിക്റാണിത്. സജദ വജ്ഹിയ കഴിഞ്ഞിട്ട് ലില്ലദീ കഴിഞ്ഞിട്ട് എന്താണ് ഖലഖഹു എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഖലഖഹു. വസവ്വറഹു കഴിഞ്ഞിട്ട് വശക്ക എന്നാണ് ചേർക്കേണ്ടത്. വശക്ക. പിന്നെ സമഅഹു വബസറഹു ബിഹൗലിഹി എന്നുണ്ട്. ഇനി വഖുവ്വത്തിഹി എന്ന് ചേർക്കണം. അതേപോലെ തന്നെ ഫതബാറക എന്നും കൂടി അവിടെ ചേർക്കണം. ഫതബാറക. അല്ലാഹു എന്നിവിടെ ഉണ്ട്. പിന്നെ അഹ്സനുൽ എന്നും കൂടി ചേർക്കണം. അഹ്സനു അൽ ഖാലിഖീൻ എന്നിവിടെ ഉണ്ട്. അപ്പോൾ എന്തായി? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇവിടെ പൂരിപ്പിക്കാനാണ് വന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തിലാവത്തിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് എഴുതാം. ഇനി ഏഴാമതായിട്ടൊരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. 2 വീതം എഴുതാം. അതിൽ 2 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം പതിവാക്കൽ സുന്നത്തായ ആയത്തുകൾ. പതിവാക്കൽ സുന്നത്തായ സൂറത്തുകളും ആയത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആയത്തുകൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 3 ആയത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പതിവാക്കൽ സുന്നത്തുള്ളത്. ഒന്ന് ആയത്തുൽ കുർസി, നമുക്കൊക്കെ അറിയുന്നതാണ് ആയത്തുൽ കുർസി. മറ്റൊന്ന് എന്താണ്? ആമന റസൂൽ. പിന്നെ ഒന്നും കൂടി ഉണ്ട്. അതേതാണ്? ലൗ അൻസൽന എന്നുള്ളതാണ്. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2 എഴുതി. മുഴുവനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ ലൗ അൻസലിനെ കൂടി ഉൾപ്പെടുത്തി എഴുതാം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തത് പതിവാക്കൽ സുന്നത്തായ സൂറത്തുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ. പിന്നെ പതിവാക്കൽ സുന്നത്തായ സൂറത്തുകൾ കുറച്ചെണ്ണം പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അസ്സജദ, യാസീൻ, റഹ്മാൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അങ്ങനെ കുറേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 2 എഴുതാം. ഞാനിവിടെ പ്രധാനപ്പെട്ട 2 ഇതാണ്. സൂറത്തുൽ ഫാത്തിഹ 1, സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ മറ്റൊന്ന് സൂറത്തു യാസീൻ. ഇപ്പോൾ 2 ഇതാണ്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തു യാസീൻ. നമുക്ക് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എനിക്കിഷ്ടമുള്ള 2 എഴുതിയെന്ന് മാത്രം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.